ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗം തിയേറ്ററിലെത്താൻ ഒരുങ്ങുകയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇതോടനുബന്ധിച്ചുള്ള ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. നിർബന്ധിത മതപരിവർത്തനവും കേരളത്തിൽ നിന്നുമുള്ള യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും. അതല്ലെങ്കിലും ബീഫ് മാത്രം കൊടുക്കരുതെന്നാണ് നാറി ഇത് എഴുതിയനോടാ പറയുന്നത്. പൊറാട്ടയിലും മിക്സ് ചെയ്ത് കൊടുക്കണം, അതാണ് ആ കുട്ടി കഴിക്കാൻ. ചോറിന് കറി ബീഫാണ്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെയൊക്കെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ബീഫ് കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പം അന്ന് ചിക്കൻ കഴിക്കും. 100% ഞാൻ യോജിക്കുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ്. യഥാർത്ഥ കേരളം എന്തെന്നറിയാൻ അണിയറ പ്രവർത്തകർ കേരളത്തിലേക്ക് വരണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇത് എഴുതിയവനെ കൊണ്ടുവാ. സെൻസർ ബോർഡിനെയൊക്കെ ഉണ്ടല്ലോ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. ഈ വർഗീയത കുത്തി നിറച്ചൊരു ഐറ്റത്തിന് സെൻസർ ബോർഡ് എങ്ങനെ UA16+ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ഫെബ്രുവരി 27 ചിത്രം തിയേറ്ററുകളിലെത്തും. തിയേറ്ററുകളിൽ എത്തുന്നതോടെ വീണ്ടും വലിയ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇതിനെയൊന്നും ഇറക്കി പോലും വിടരുത്. കയ്യിൽ 5 പൈസ ഇല്ലാത്ത നേരത്തെ ഒരേ കോമാളികള്. ഇനി മേലാൽ ഈ വേഷം കെട്ടുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നാലുണ്ടല്ലോ അതിന്റെ മുട്ടുകാലി ഞാൻ തന്നെ